സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. എബ്രായർ 13-ാം അധ്യായം 8-ാം വാക്യം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട എബ്രായർ 13:8 ക്രിസ്തുവിൻ്റെ അഥവാ യേശുവിൻ്റെ മാറ്റമില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് നാം കേൾക്കുവാനിടയായത്. യേശു കർത്താവ് ഭൂത വർത്തമാന ഭാവി കാലത്തിൻ്റെ ദൈവമാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെയും ഇന്നും എന്നേക്കുമെന്ന്. പൂർവകാലത്ത് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നവൻ, ശേഷം മാനവ രക്ഷയ്ക്കായി 2000 വർഷങ്ങൾക്ക് മുമ്പ് വെറും 33.5 വർഷത്തേക്ക് മാത്രം ഈ ഭൂമിയിൽ മനുഷ്യ അവതാരത്തിൽ യേശുക്രിസ്തു എന്ന പേരിൽ ജീവിച്ചിരുന്നു. എന്തുദ്ദേശത്തോടുകൂടെ പിതാവായ ദൈവം ദൈവപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചുവോ ആ ഉദ്ദേശം സഫലമാക്കി കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മാനവ രക്ഷയ്ക്കായിട്ടുള്ള പാപ പരിഹാര ബലി അർപ്പിച്ച് സ്വർഗാരോഹണം ചെയ്ത് വീണ്ടും കടന്നുപോയി. താൻ എവിടെയായിരുന്നുവോ അതേ സ്ഥലത്തേക്ക്, അഥവാ സ്വർഗത്തിലേക്കും പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്കും. ഇന്ന് ആ ദൈവപുത്രൻ ആ സ്വർഗത്തിൽ ആ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുകയാണ്. ഈ മുഴുപ്രപഞ്ചത്തിലെ സകലജാതി ജനങ്ങളുടെയും രക്ഷയ്ക്കായി പിതാവിനോട് മധ്യസ്ഥത ചെയ്യുകയും ചെയ്യുന്നു. അതേ പ്രിയമുള്ളവരെ, മാറുന്ന ഈ ലോകത്ത് മാറ്റമില്ലാത്തവനായി ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. സ്വർഗത്തിൽ ദൈവപുത്രനായിരിക്കുമ്പോൾ തന്നെ ആത്മാവിൻ്റെ രൂപത്തിൽ മുഴുപ്രപഞ്ചത്തിൽ അവൻ നിറഞ്ഞു നിൽക്കുന്നു. ദൈവം ആത്മാവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആ ആത്മസ്വരൂപത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും ഒരേ സമയം ആ ക്രിസ്തുവിൻ്റെ നിറസാന്നിധ്യമുണ്ട്. അതെ, യേശു ക്രിസ്തു എന്നും എന്നേക്കും ജീവിക്കുന്നവനാണ്. നിത്യതയുടെ ദൈവമാണ്. ആ ക്രിസ്തുവിൻ്റെ മാറ്റമില്ലായ്മ ഈ മാറുന്ന ലോകത്ത് നമുക്ക് പ്രത്യാശ പകരുന്നതാണ്. എന്തെല്ലാം മാറ്റങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ മാറ്റങ്ങൾ. ആകാശത്തിൽ മാറ്റം, ഭൂമിയിൽ മാറ്റം, മനുഷ്യൻ്റെ ജീവിത രീതികളിൽ മാറ്റം, കാലാവസ്ഥയിൽ മാറ്റം. വിസ്താര ഭയത്താൽ ഞാൻ നിർത്തട്ടെ പ്രിയമുള്ളവരെ. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും മാറ്റങ്ങൾ മാത്രം. എന്നാൽ ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനങ്ങളിൽ ഒന്നുപോലും മാറുകയില്ല എന്ന് അരുളി ചെയ്ത ആ ദൈവപുത്രനും അതുപോലെ അവൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾക്കും മാത്രം യാതൊരു മാറ്റവുമില്ലാതെ ഇന്നും തുടരുന്നു. നമുക്ക് വിശ്വസിക്കുവാൻ, നമുക്ക് ആശ്രയിക്കുവാൻ ആ ദൈവത്തിൻ്റെ അനന്യത്വം അഥവാ മാറ്റമില്ലായ്മ
നമുക്ക് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. അതുകൊണ്ട് ആ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൽ, അഥവാ എന്നും ജീവിക്കുന്ന അനന്യനായ ആ ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ആമേൻ, ആമേൻ. കൃപമതി യേശുനാഥ, തവ കൃപമതി എന്നുമെന്നും. ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി. ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി. കൃപയാൽ പുതും ജീവൻ നൽകി, കൃപയാൽ എന്നെ സൗഖ്യമാക്കി. കൃപയാൽ പുതും ജീവൻ നൽകി, കൃപയാൽ എന്നെ സൗഖ്യമാക്കി. കൃപയാൽ എന്നെ തിരഞ്ഞെടുത്തു, കൃപയാൽ എന്നും നടത്തിയിടുന്നു. കൃപയാൽ എന്നെ തിരഞ്ഞെടുത്തു, കൃപയാൽ എന്നും നടത്തിയിടുന്നു. കൃപമതി യേശുനാഥ, തവ കൃപമതി എന്നുമെന്നും. ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി. ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി. നിലയ്ക്കാത്ത വേദനകൾ, നിലയാത്ത നേരങ്ങളിൽ, നിലയ്ക്കാത്ത വേദനകൾ, നിലയാത്ത നേരങ്ങളിൽ നീങ്ങിപ്പോകും തവ കൃപയാൽ. നിന്റെ കൃപയത്ര അത്ഭുതമേ. നീങ്ങിപ്പോകും തവ കൃപയാൽ. നിന്റെ കൃപയത്ര